എൻ്റെ പേര് റെനി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഞാനിവിടെ ഈ കൃപാസന അൾത്താരയിൽ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം കൃപാസനത്തിൽ വരുവാൻ ഇടയായത് കുറച്ച് കടഭാരത്താലും ഭയങ്കര വിഷമത്തോടെയാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഇടയായത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ എല്ലാ വിഷമതകൾക്കും മാതാവ് എന്നെ സഹായിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളും തരണം ചെയ്യാനും ഞാൻ അനുഭവിച്ച മാനസിക അവസ്ഥകളിൽ നിന്നെല്ലാം വളരെയധികം എനിക്ക് ആശ്വാസം നൽകുകയും എന്ത് കാര്യത്തിനും എൻ്റെ സഹായത്തിന് എൻ്റെ കൂടെ അമ്മയുണ്ട് എന്നൊരു ബോധ്യവും എനിക്ക് തന്നു. ഞങ്ങൾ കടഭാരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് 13 വർഷമായി ഞങ്ങൾ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനം വേണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഉടമ്പടി എടുത്ത് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ സ്വന്തമായൊരു ഭവനം ഹസ്ബൻഡിൻ്റെ പപ്പയിലൂടെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും നൽകി അനുഗ്രഹിച്ച വൻകൃപയ്ക്കായി നന്ദി പറയുന്നു. അതിൻ്റെ പാലുകാഴ്ച ഞങ്ങൾക്ക് അടുത്ത സെപ്റ്റംബറിൽ നടത്തുന്നത്. അതിൻ്റെ താക്കോലുമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യത്തിൽ പറയും ഒരുപാട് കരിയർ ഗ്യാപ്പുണ്ട്, എന്നിട്ടും ഞങ്ങൾക്ക് ജോലി കിട്ടി. അപ്പം എനിക്കും 12 വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി എനിക്കും ഒരു നിയോഗം വെച്ച് കഴിഞ്ഞാൽ അമ്മ എനിക്ക് സാധിച്ചു തരും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. 4ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നു. 5ാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഒരു വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ജോലിയാണ് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടുന്നത്. എനിക്ക് അതേമാതിരി ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജോലി എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു. അതിന് വളരെയധികം നന്ദി പറയുന്നു. 15-16 വർഷമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിനകത്ത് ഉടമ്പടി തൈലവും ഉപ്പുമിട്ട് ദിവസവും ഞാൻ കുടിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം പറഞ്ഞ് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ 16 വർഷമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ എനിക്കിപ്പോൾ ഇല്ല. അത് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു. കാരണം രാത്രിയും ഏത് സമയത്ത് വേണോ എനിക്ക് ശ്വാസം മുട്ടലുണ്ടാകാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇഞ്ചക്ഷൻ എടുക്കണം, ആൻറ്റിബയോട്ടിക് എടുക്കണം, ആ ഒരു അവസ്ഥയിലൂടെ കടന്നു. ഇപ്പം ഉടമ്പടി എത്തിയതിന് ശേഷം എനിക്കിതുവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. പിന്നെ മക്കൾക്കായാലും പിന്നെ അവനും ജോർദാൻ അവൻ്റെ മകളുമാണ്. അപ്പോൾ അവന് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം അവനും ഉള്ളതാണ്. അപ്പോൾ അവനും ഞാൻ ഉപ്പും തേനും ഒക്കെയാണ് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ കൊടുക്കാറുള്ളത്. അവനും ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെയധികം മാറ്റമുണ്ട്. പിന്നെ മകൾക്ക് ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ആ ടോൺസിലൈറ്റിസിൻ്റെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ തേനും ഉപ്പും ഒക്കെയാണ് കൊടുക്കുന്നത്. അവൾക്കും ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഒന്നായിരുന്നു ഞങ്ങളുടെ കുടുംബജീവിതം എൻ്റെ ഹസ്ബൻഡിനെയും എന്നെയും എൻ്റെ മക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ജ്ഞാനത്താൽ നിറച്ച് നിത്യജീവൻ്റെ ജലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നായിരുന്നു എൻ്റെ ഒരു ഉടമ്പടി നിയോഗം. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ഉണ്ടായി. ഞങ്ങൾ ദിവസവും കുടുംബ പ്രാർത്ഥന മുടക്കമില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡിനും കൂടുതൽ വിശ്വാസം വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഈശോയും അമ്മയും തിരുക്കുമാരനും സഹായിച്ച് ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ മുടക്കമില്ലാതെ കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ദിവസവും കൃത്യമായി പ്രാർത്ഥനകൾ ഞാൻ പ്രാർത്ഥിച്ചു പോരുന്നു. പിന്നെ ബൈബിൾ വായിക്കുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ദിവ്യബലിക്ക് പോകുന്നു. പിന്നെ എൻ്റെ 2 വർഷമായി കാൽമുട്ടിന് വേദനയുണ്ടായിരുന്നു. ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കാൽമുട്ട് വേദന പൂർണ്ണമായി മാറി. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് കൃപാസന പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും പല മേഖലകളിലും കൊടുക്കും. ആദ്യമൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. അച്ഛൻ പറയും പോലെ ഇങ്ങനെ എണ്ണി അങ്ങനെ കൊടുക്കുമായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു ബോധ്യം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ ഒരു മടിയില്ലാതെ പത്രം ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ എന്നെ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും എല്ലാവർക്കും ചെയ്യാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിലും അനാഥാലയങ്ങളിലും ഓർഫനേജുകളിലും ഒക്കെ ഞങ്ങൾ കുറേ പേര്
പേര് ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി, കൃപാസനത്തിൽ വരുന്ന കുറേ പേര് ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഫുഡുണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ തുണികളായാലും ഒക്കെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ജീവിതത്തിലുടനീളം കൃപാസനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ അമ്മയും തിരുക്കുമാരനെ അനുവദിക്കണമേ എന്ന്